20 ലോക്സഭാ മണ്ഡലങ്ങളിൽ UDFന് ഏറ്റവും ആത്മവിശ്വാസമുള്ള ലോക്സഭാ മണ്ഡലം കൊല്ലം ലോക്സഭാ മണ്ഡലം. അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് NK പ്രേമചന്ദ്രൻ. നമ്മളോടൊപ്പം ഉള്ളതും അദ്ദേഹമാണ്. നമസ്കാരം സർ. സർ, താങ്കൾ 2014 19 കൊല്ലത്തിൻ്റെ നേതാവായി മത്സരിച്ച് വിജയിച്ചു വരുന്നു. കോൺഗ്രസ് UDFൻ്റെ പാളയത്തുനിന്ന്. ഇത്തവണ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ? ഈ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF കാലേ കൂട്ടി തന്നെ തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനം സജ്ജമാക്കി എന്നുള്ളത് സംഘടനാ രംഗത്ത് UDF കൈവരിച്ച ഒരു അഭിമാനകരമായ നേട്ടമാണ്. കാരണം വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ അല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UDF നേതൃയോഗങ്ങൾ ചേർന്നു. ബൂത്ത് തലം വരെയുള്ള സംഘടനാ സംവിധാനം ഏറെക്കുറെ സജ്ജമായി. നിരവധിയായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസും UDFും നേതൃത്വം നൽകി. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനം സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുന്നേറ്റത്തിന് വളരെ സഹായകരമായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ദേശീയ തലത്തിൽ മതേതര ജനാധിപത്യ ഭാരതത്തെ വീണ്ടെടുക്കുക എന്ന വലിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കാനും ഒരു ബദൽ ഗവൺമെൻറ് രൂപീകരിക്കാനും രാജ്യത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബദൽ രാഷ്ട്രീയത്തിന് മാത്രമേ സാധ്യമാകൂ എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണി, കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം. അതുപോലെ തന്നെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ താക്കീത്, പ്രതികരണം തീർച്ചയായും കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അഴിമതിയും ധൂർത്തും അതുപോലെ തന്നെ ഭരണപരമായ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും എല്ലാ തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങളും പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകമായി മാറി തീർന്നിട്ടുള്ള CPMൻ്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കനത്ത താക്കീത് നൽകാൻ കേരളത്തിലെ ജനങ്ങൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിലനിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം പൂർണ്ണമായും UDFന് അനുകൂലമാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ 24/7 ജനങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു ജനപ്രതിനിധി എന്ന നിലയിൽ. മാത്രവുമല്ല, അങ്ങനെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുകയും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലും വളർച്ചയിലും നിർണായകമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം വോട്ടർമാരെ സമീപിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജനകീയ പ്രശ്നങ്ങളിലുള്ള സജീവമായ ഇടപെടൽ, 24/7 സമ്പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം, പാർലമെൻറ്റിൽ പോയാൽ പാർലമെൻറ്റിൽ ഏറ്റവും ഫലപ്രദമായ നിലയിൽ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഇടപെടാനും മതേതര ജനാധിപത്യ ഭാരതം നേരിടുന്ന കനത്ത വെല്ലുവിളികളെ പ്രതിരോധിക്കാനും അത്യാവശ്യം പ്രത്യാക്രമിക്കാനുമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ജനങ്ങൾ വിലയിരുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു 24/7 എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിനകത്തും പുറത്തും നിലയുറപ്പിക്കുകയും അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്തതിൻ്റെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഈ മുകേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹമാണ് CPMൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെന്ന അപ്പുറത്തേക്ക് ഒരു സിനിമാ താരം കൂടിയാണ്. അപ്പോൾ അത് മുകേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി താങ്കൾക്കൊരു വെല്ലുവിളിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മത്സരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ടല്ല. UDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയാണ്. അതിലൊന്ന് മതേതര ജനാധിപത്യ ഭാരതത്തെ, മതേതര ഇന്ത്യ വീണ്ടെടുക്കുക എന്ന വലിയ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. രണ്ട്, കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ താക്കീത് നൽകാൻ. ഞങ്ങൾ നേരിടുന്നത് CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിയാണ് എന്ന നല്ല ബോധം ഞങ്ങൾക്കുണ്ട്. അധികാരത്തിൻ്റെ എല്ലാ തലങ്ങളും ഉപയോഗിക്കും, സമ്പത്തിൻ്റെ കുത്തൊഴുക്കായിരിക്കും, പിന്നെ അവരുടെ സംഘടനാ സംവിധാനം, അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണിയോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടുന്നത്. രാഷ്ട്രീയ മത്സരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. CPM ഈ മത്സരത്തെ രാഷ്ട്രീയേതര മത്സരമാക്കി മാറ്റിത്തീർക്കാനാണ് തുടക്കം മുതൽ പരിശ്രമിക്കുന്നത്. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയേതര മത്സരമാക്കി മാറ്റുക എന്നുള്ളതല്ല ഞങ്ങളുടെ പൊളിറ്റിക്സ്. ഇതിനെ രാഷ്ട്രീയ മത്സരമാക്കി തന്നെ കണ്ട്
ആ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിച്ച് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പാർലമെൻറ്റ് അംഗത്തിൻ്റെ പ്രവർത്തനങ്ങളും കൂടി അതിൻ്റെ ഭാഗമായി ചേർത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ ചെയ്യുക, തെരഞ്ഞെടുപ്പിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഇതിനെ രാഷ്ട്രീയേതരമാക്കി മാറ്റി തീർക്കുക എന്നുള്ളത് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPM നടത്തുന്ന പരിശ്രമമാണ്. രാഷ്ട്രീയ മത്സരത്തിൽ അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയേതര മത്സരമാക്കി മാറ്റാൻ വേണ്ടി ഈ പ്രാവശ്യം അവർ പരിശ്രമിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അപ്രസക്തമാണെന്നാണ് BJP അങ്ങനെയാണ് ഒരു ചിത്രം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് എത്രമാത്രം പ്രതികരിക്കുന്നുണ്ട്? അത് ശരിയാണോ? തെക്കേ ഇന്ത്യയിൽ മാത്രമാണ് ഇന്ത്യ സഖ്യമുള്ളത്, അല്ലെങ്കിൽ UDF ഉള്ളത്, കോൺഗ്രസ് ഉള്ളതെന്നൊക്കെയാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ മോദി തുടർഭരണം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു ബദൽ ഗവൺമെൻറ്റിൻ്റെ സാധ്യതകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രസക്തി, പ്രത്യേകിച്ചും നിതീഷ് കുമാർ പോയതോടുകൂടി വലിയ തോതിൽ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിലും UP യിലുമൊക്കെ ജാർഖണ്ഡിലുമൊക്കെ നടത്തിയ പര്യടനത്തിന് ലഭിച്ച ആവേശകരമായ സ്വീകാര്യത. അഖിലേഷ് യാദവും തേജസ്വി യാദവും അതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്ന് ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും അതുപോലെ തന്നെ UP അടക്കമുള്ള ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിയായി രൂപം കൊണ്ടു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും BJPയുടെ മോദിയുടെ തുടർഭരണം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു മതേതര ജനാധിപത്യ ബദൽ ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വരും. അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ പോലും 370 സീറ്റ് ലോക്സഭയിൽ തങ്ങൾക്ക് കിട്ടുമെന്നും 35 സീറ്റ് ഘടക പാർട്ടികൾക്ക് കിട്ടുമെന്നും പറയുന്നത് തന്നെ ആത്മവിശ്വാസക്കുറവിൻ്റെ പ്രത്യക്ഷമായ പ്രതിഫലനമാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? അവർ തമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഗുരുതരമായിട്ടുള്ള തൊഴിലില്ലായ്മ, വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, ദാരിദ്ര്യം, പട്ടിണി, അതുപോലെ തന്നെ കാർഷിക രംഗത്തെ വിലത്തകർച്ച, അതുപോലെ വ്യാവസായിക രംഗത്ത് തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 111-ാം സ്ഥാനത്താണ്. പ്രതിശീർഷ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ബംഗ്ലാദേശിനേക്കാൾ ശ്രീലങ്കയേക്കാൾ പിന്നിലാണ് ഇന്ത്യ. അപ്പോൾ റോസി പിക്ചർ ഉണ്ടാക്കി വിപുലമായിട്ടുള്ള PR ക്യാമ്പയിനിലൂടെ ഈ ഗവൺമെൻറ് തിരിച്ചധികാരത്തിൽ വരുമെന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള PR വർക്കാണ് നടക്കുന്നത്. 2004 വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലയളവിലും ഇതാണ് നടന്നത്. 99 മുതൽ 2004 വരെയുള്ള 5 വർഷക്കാലം അധികാരത്തിലിരുന്ന AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തിരിച്ചധികാരത്തിൽ വരും, തുടർഭരണം ലഭിക്കുമെന്നുള്ള വലിയ വാഗ്ദാനമായിരുന്നു, വലിയ പ്രചരണമായിരുന്നു. സംഭവിച്ചതെന്താണ്? മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് 2004 മുതൽ 2014 വരെ രാജ്യം ഭരിച്ചു. അത് തന്നെ ആവർത്തിക്കും. 2024 തെരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കും. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മതേതര ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വരും. മോദിയുടെ തുടർഭരണം എന്നുള്ളത് സ്വപ്നമായി അവശേഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ K മുരളീധരന് ശേഷവും K സുധാകരന് ശേഷവുമൊക്കെ ഒരു BJP പട്ടം ചാർത്തി തരുന്ന അടുത്ത ഒരു അവസാനത്തെ ഒരു ഇര എന്ന രീതിയിൽ NK പ്രേമചന്ദ്രൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? CPM കേരളത്തിൽ എടുത്തിരിക്കുന്ന സമീപനം അതാണ്. ജനസമ്മതിയുള്ള മതേതര നിലപാടുകൾ സ്വീകരിക്കുന്ന, ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന, അതോടൊപ്പം CPMനെ അതിശക്തമായി നിശിതമായി വിമർശിക്കുന്ന കോൺഗ്രസ് UDF നേതാക്കളെ മുഴുവൻ BJP ബ്രാൻഡിങ് നടത്തി അവരുടെ മതേതര ക്രെഡൻഷ്യൽസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അതിന് 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, BJPയെ മഹത്വവൽക്കരിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന BJPയും CPMും തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള, അവിശുദ്ധമായിട്ടുള്ള, അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു ധാരണയുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് സത്യത്തിൽ ഇത്തരത്തിൽ BJPയെ മഹത്വവൽക്കരിക്കുകയും ഇപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ BJP വൽക്കരിക്കാൻ വേണ്ടി അതിലൂടെ വ്യക്തിഹത്യ നടത്തി അവരുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ തകർക്കുക, രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് CPMൻ്റെ തന്ത്രമാണ്.
അതിലൊരു ലക്ഷ്യം BJPയെ മഹത്വവൽക്കരിക്കുക, മറ്റൊരു ലക്ഷ്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ താൽക്കാലികമായി മതന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയെടുക്കാനും ന്യൂനപക്ഷ സമൂഹത്തിൽ ആശങ്ക ഉണ്ടാക്കി UDFനെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. ഇത് 2014-ലും 2019-ലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ CPM ആവിഷ്കരിച്ച് നടപ്പാക്കിയതാണ്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവും കരുത്തും ശക്തിയും തീർച്ചയായും ഞങ്ങൾക്കുണ്ട്. ഒരു സംശയവും വേണ്ട. മതേതര ജനാധിപത്യ ഭാരതത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിൽ അവസാന ശ്വാസം വരെ പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായി മതേതര ചേരിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ ഈ അപവാദ പ്രചരണത്തിലൂടെ വ്യക്തിഹത്യയിലൂടെ തകർക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. മതേതര ജനാധിപത്യ ശരിയെ ശാക്തീകരിക്കുന്നതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളെല്ലാം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.